നിങ്ങൾ ലീഗൽ വശം മനസ്സിലാക്കാതെ നിങ്ങളത് പ്ലേ ചെയ്യരുത്. അങ്ങനെ പ്ലേ ചെയ്തിട്ടുള്ളവരെല്ലാം ദയവ് ചെയ്ത് ഡിലീറ്റ് ചെയ്യണം. ദിയാസന തന്നെയാണ് ഇത് ലീക്കാക്കിക്കുന്നത്. ആ 1.25 വർഷത്തിനകത്ത് നീ കാണിച്ചു കൂട്ടി 5 അവന്മാരെ പ്രേമിച്ചതും 5 അവന്മാരെ പറ്റിച്ചതിൻ്റെ കഥ തെളിവ് സഹിതം എൻ്റെ കയ്യിലുണ്ട്. ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സീരിയൽ സെറ്റിൽ ഒരു പയ്യൻ, പാവം പിടിച്ചൊരു പയ്യൻ്റെ 40,000 50,000 60,000 എല്ലാം മേടിച്ച് അവൻ അയച്ചു കൊടുത്തെന്ന് ഞാൻ നിങ്ങളുടെ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അവൻ അയച്ചു കൊടുത്ത ഫോട്ടോസും ഉമ്മ കൊടുക്കും, കെട്ടിപ്പിടിക്കും, അവരുടെ തമ്മിൽ സംഭാഷണം കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് റോഷ്നി നീ തീർന്നു മോളെ. നിന്റെ എല്ലാ കാര്യവും നിങ്ങൾ സ്വർണം മാഫിയ ചെയ്ത ലാസ്റ്റത്തെ സാധനങ്ങളുണ്ടല്ലോ തെളിവ് സഹിതം ഞാൻ കുറച്ച് ചാനലുകാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, നിന്റെ വോയിസ് റെക്കോർഡും കാര്യങ്ങളും. സജന നൂറ് പുതിയൊരു വീഡിയോ ആയിട്ട് യൂട്യൂബിൽ വന്നിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊച്ചുകുട്ടിയുടെ വോയിസ് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതായത് ഫിറോസ് ഖാൻ ആ ഒരു പെൺകുട്ടിയെ യൂസ് ചെയ്തു എന്ന തരത്തിലൊക്കെ വന്നിരുന്ന് പറഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ ഒരു വോയിസ് ഈ പുള്ളിക്കാരത്തിൽ തന്നെ പല യൂട്യൂബേഴ്സിനും അയച്ചു കൊടുത്ത് അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ സജന ഇപ്പം വന്ന് പറയുന്ന കുറച്ച് ഡയലോഗുകളുണ്ട്. അതായത് ആ വോയിസ് നിങ്ങൾ പബ്ലിഷ് ചെയ്യരുത്, നിങ്ങളെല്ലാവരും അത് ഡിലീറ്റ് ചെയ്ത് കളയണം, ഇല്ലെങ്കിൽ അത് കേസാകും, ഞാൻ തന്നെ കേസ് കൊടുത്തിട്ടുണ്ട് എന്ന്. ഇവർ ശരിക്കും പറഞ്ഞാൽ ആരെ പൊട്ടന്മാരാക്കാൻ ശ്രമിക്കുന്നത്? ഈ സ്ത്രീ തന്നെയാണ് ഈ ഒരു സാധനം ആ ഒരു പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ പബ്ലിക് ആക്കിയിട്ട് ബാക്കിയുള്ളവരെ വന്നിരുന്ന് കുറ്റം പറയുക. ഇവരുടെ പേര് എത്രയും പെട്ടെന്ന് കേസ് കൊടുക്കണം. കാര്യം ഒന്നെങ്കിൽ ഇത് ഈ ചൈൽഡ് ലൈനിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, ആർക്ക് വേണമെങ്കിലും കേസ് കൊടുക്കാം. ചൈൽഡ് ലൈനിൽ ഇവരുടെ പേരിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കണം. ഈ ഒരു കുട്ടിയുടെ സമ്മതപ്രകാരമല്ല ആ ഒരു വോയിസ് പുറത്താക്കിയതും ആ ഒരു കുട്ടിയെ ത്രെട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംസാരം എന്നൊക്കെ വെച്ചിട്ട് ഇവരുടെ പേരിൽ ഒരു കിടിലമായിട്ടൊരു കേസ് കൊടുത്താണ്ടല്ലോ സജിന ഓടിയാൽ മുഴുക്കത്തില്ല. അതുകൊണ്ട് ഇമ്മാരി ഡയലോഗ് ഒന്നും വന്നിരുന്ന് അടിക്കരുത്. എന്തായാലും നമുക്ക് സജിനയുടെ വീഡിയോ ഒന്ന് കാണാം. ഇപ്പം ഒരു വല്ലാത്ത രീതിയിൽ ഒരു വോയിസ് റെക്കോർഡ് വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അത് ദയവ് ചെയ്ത് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽസ് ആരെ ഇടുന്നത് എത്രയോ ഞങ്ങളുടെ വോയിസ് റെക്കോർഡ് എല്ലാം നിങ്ങൾ ചാനൽ ആരെ ഇടുന്നുണ്ട്. പക്ഷെ ഇത് നിങ്ങൾ ലീഗൽ വശം മനസ്സിലാക്കാതെ നിങ്ങൾ ഈ ലീക്കായ ആണോ മാനോ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങളിപ്പം പറയുന്നുണ്ട് നിയമവശം നോക്കാതെ എന്നൊക്കെയുള്ള രീതിയിൽ. നിങ്ങൾ തന്നെയാണ് ഈ ഒരു സാധനം പബ്ലിക്കിനിടയിൽ ഇട്ട് കൊടുത്തത്. നിങ്ങൾ ഇൻറ്റൻഷനലി ചെയ്തൊരു സാധനമാണത്. അത് നിങ്ങൾക്ക് ഈ ഒരു സാധനം ജനം അറിയുകയും വേണം, നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവരുത്. എന്നിട്ട് ഇപ്പം വന്നിരുന്ന് ഈ ഡയലോഗ് അടിക്കുന്നുണ്ടല്ലേ. ഈ സ്ത്രീയുടെ പേരിൽ കൊണ്ടുവന്ന് കേസ് കൊടുത്തിട്ട് ഇവരെയൊക്കെ പിടിച്ച് അകത്തിടണം. എന്തെല്ലാം ആരോപണങ്ങളാണ് വന്നത്? MDMA കേസ്, ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ ഈ ഒരു വിഷയങ്ങൾ, കുറേ അവിഹിത കഥകൾ, എന്തെല്ലാം സാധനങ്ങൾ നിലവിൽ ഇതുവരെയും പുറത്തു വന്നിട്ടുണ്ട്. ഇതുവരെ ഒരു ആക്ഷനും എടുത്തിട്ടില്ല. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം തോന്നിവാസങ്ങൾ കാണിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോമാണോ? വന്നിരുന്ന് അങ്ങ് വർണ്ണിക്കുവാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും MDMA ആണ്, മറ്റവൾ അത് ചെയ്തു, ഇത് ചെയ്തു, മറിച്ചത് ചെയ്തു. ഇവക്കൊക്കെ സത്യം പറഞ്ഞാൽ എന്തോ മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. ഈ വോയിസ് റെക്കോർഡ് 17 വയസ്സുകാരിയായ കുട്ടിയുടെ വോയിസ് റെക്കോർഡും എൻ്റെ വോയിസ് റെക്കോർഡും ഇപ്പം പല ചാനലിൽ കിടന്നങ്ങ് ഓടുമല്ലേ. സ്വന്തമായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് എല്ലാ യൂട്യൂബേഴ്സിനും അങ്ങ് ഇട്ടുകൊടുത്തിട്ട് പുറത്ത് വിട്, വിഷയമൊന്നുമില്ല, അനുഭവിക്കട്ടെ. അറ്റ്ലീസ്റ്റ് തനിക്കൊരു മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ വോയിസ് കട്ട് ചെയ്ത് നിങ്ങൾക്ക് പബ്ലിഷ് ആക്കാമായിരുന്നു. പക്ഷെ നിങ്ങൾ ചെയ്തില്ലല്ലോ. നമുക്ക് എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. ആ ഒരു പെൺകുട്ടിയിൽ, അതായത് വിക്ടിമിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു ഐഡൻറ്റിറ്റിയും നമ്മൾ പുറത്ത് വിടാൻ പാടില്ല. അത് കേസാണ്. കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ആ കുട്ടിയുടെ പേര് വരെ അതിനകത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു എവിടെയെങ്കിലും ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവം നടന്നാൽ നമ്മൾ അതിജീവിത എന്നാണ് പറയുന്നത്. പേര് പോലും നമ്മൾ ആരുടെയും പറയില്ല. പിന്നെ ഇത് കേസ് നടക്കുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഈ കാര്യം പോലും ഇങ്ങനൊരു സംഭവം നടന്നിട്ടേ ഉള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഇത് തെളിവിന് വേണമെങ്കിൽ അന്ന് എടുത്തിടാം, എവിടെ വേണമെങ്കിലും എനിക്ക് മീഡിയ എടുത്തിടാം. പക്ഷേ എനിക്കിത് കേസ് നടക്കുന്നതുകൊണ്ട് ഇത് ഇങ്ങനത്തെ ഒരു ലീഗൽ വശത്തിൽ ഇങ്ങനെ ചെയ്തുകൂടാ എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിത് പ്ലേ ചെയ്യാത്തതും അല്ലെങ്കിൽ മറ്റുള്ളവർ കേൾപ്പിക്കാഞ്ഞതും. ഇത് എൻ്റെ വിശ്വാസത്തോടെ ഞാൻ 2 ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഇതാണ് സംഭവം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അവരും അത് തന്നെ അവരുടെ ലീഗൽ വശം അവർക്ക് അറിയാവുന്നതുകൊണ്ട് ആ ചാനലുകാർ ഇട്ടിട്ടില്ല. അവരും അത് പറയുന്നുണ്ട്. പിന്നെ ഈ സാധനവും മിസ്സായത് തികച്ചും ദിയാസനയുടെ കയ്യിൽ നിന്ന് തന്നെയാണ്. പല യൂട്യൂബ് ചാനലിലും കയ്യിലെത്തിയെന്ന് ഞാൻ ദിയാസനയുടെ പേര് എന്തിനാ ഇതിനകത്ത് കൊണ്ടുവരുന്നത്? ദിയാസനയുടെ പേര് വേറെ വല്ല കാര്യത്തിനകത്തോട്ടും വലിച്ചിട്ടോ. പക്ഷെ ദിയാസനയും ഈ ഒരു വോയിസുമായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാര്യം ഈ ഒരു സ്ത്രീ ആയിരുന്നു ആ ഒരു പെൺകുട്ടിയുടെ ഫോണിൽ വിളിച്ചിട്ട് ഇത് റെക്കോർഡ് ചെയ്തത്. എന്നിട്ട് ഇപ്പോൾ ഇത് ദിയാസനയുടെ മണ്ടേ കൊണ്ടുവന്നിടണമെങ്കിൽ ഇവരുടെ ഫോണിൽ റെക്കോർഡ് ചെയ്ത സാധനം ഇവരയച്ചു കൊടുക്കാതെ ഇതെങ്ങും കിട്ടത്തില്ലേ? റസൂൽ പൂക്കുട്ടിയായിട്ട് സംസാരിക്കുന്ന കോൺവെർസേഷൻ അതും ഇവർ തന്നെയാണ് പബ്ലിക് ആക്കിയത്, വേറെ പല ആൾക്കാരെയും കൊണ്ട്. ഇപ്പം വന്നിരുന്ന് മെഴുകുന്ന കണ്ടില്ല ഈ ഒരു സ്ത്രീ. ആ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരുടെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. ആ ഒരു കൊച്ചുകുട്ടിയുടെ അവളുടെ വീട്ടുകാർ സത്യം പറഞ്ഞ് ഇത് കാണുമ്പോഴും എടുക്കുമ്പോഴും അവർക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയെ പറ്റിയിട്ട് ഇവർ ചിന്തിച്ചിട്ടുണ്ടാവും. ആ വോയിസ് റെക്കോർഡിനകത്ത് ലിറ്ററലി
ഇവർ ത്രെട്ട് ചെയ്യുവാണ്. മോളെ അങ്ങനെ ചെയ്തില്ലേ, മോളെ ഇങ്ങനെ വന്നില്ലേ, മോളെ അവൾക്ക് അങ്ങനെയാണ്, മോളെ അവനെ പണി കൊടുക്കണം, എന്തൊക്കെയാണ് ഇവർ ഈ സ്ത്രീ സംസാരിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇപ്പോൾ ഇവർ പറയുന്ന കണ്ടില്ല, ഒന്നും അറിയാത്ത രീതി വിശ്വസ്തയോടെ ഞാൻ 2 ചാനലിൽ കൊടുത്തതാണ്, വേറെ ഒന്നും അതാണ് ഇതാണെന്നൊക്കെ. സൈബർ സെൽ ഇവരുടെ ഫോൺ എടുത്തിട്ട് ഓരോ കാര്യങ്ങൾ പരിശോധിക്കണം. ഇവരുടെ ലഹരി കേസ് ഉൾപ്പെടെ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ലീഡ് കിട്ടും, ഇവരുടെ ഒരു തനി കൊണ നിങ്ങൾക്ക് കിട്ടും. ഇതിപ്പോൾ ഇവർ നോക്കിയപ്പോഴത്തേക്ക് ഇവർക്ക് റീച്ച് ആവാൻ അത്യാവശ്യം ഒരു സംഭവമായി, അതായത് അത്യാവശ്യം ഒരു കണ്ടന്റാണിത്, അല്ല വേറെ ഒന്നുമല്ല. ഇവർ നോക്കിയപ്പോഴത്തേക്ക് ഇതുവരെ ഇത്രയും അവരുടെ ജീവിതത്തിൽ കിട്ടാത്ത റീച്ചാണ് ഇവർക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ഈ ഒരു അപരാധ കഥ കാരണം. എന്തായാലും നാറി, ഇനി ഞാൻ തുനിഞ്ഞിറങ്ങാം, അതാണ് സജന ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ പല തെളിവ് സഹിതം പല കാര്യങ്ങളും ദിയാസനയുടെ കയ്യിലുണ്ട്. ഞങ്ങൾ തന്നെ അവിടെ നിന്ന് ഞങ്ങൾ അവിടെയും ഇവിടെയും നിന്ന് കളിച്ച് ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കുന്ന സിറ്റുവേഷനിൽ പോലും വെൽ പ്ലാൻഡ് ആയിട്ടാണ്, ഫുൾ റെക്കോർഡ് ചെയ്യിച്ചിട്ടാണ് ഇതെല്ലാം പറയിപ്പിച്ച് വെളിയിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞ കാര്യം എന്നെ ട്രിഗർ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ പറയും, ഞാൻ ഓരോന്ന് പറയും. അപ്പോൾ അത് കേൾപ്പിച്ച് അദ്ദേഹത്തിനെ കേൾപ്പിക്കും. അപ്പോൾ അയാൾക്ക് ട്രിഗർ ചെയ്തിട്ട് അയാൾ അത് അടുത്ത പുള്ളി വന്ന് അടുത്ത വോയിസ് റെക്കോർഡ് ഇറക്കും. ഇങ്ങനെ അങ്ങനത്തെ വോയിസ് റെക്കോർഡുകളൊക്കെ ഇറങ്ങുന്നതിൻ്റെ കാരണം നിങ്ങൾ മനസ്സിലാക്കുക. ഒരു നാണോ മാനോ ഇല്ലാത്ത ഒരു സ്ത്രീ വന്നിരുന്ന് പറയുന്നുണ്ടോ, അയ്യോ ഞാൻ ആ വോയിസായിട്ട് ബന്ധമേ ഇല്ല, മറ്റൊരാളാണ് ഇത് പുറത്ത് വിട്ടത്. റസൂൽ പൂക്കുട്ടിയുടെ സുഖമില്ലാത്ത വൈഫ്, റസൂൽ പൂക്കുട്ടി അടിച്ചകളാ, അവന് യാതൊരു ബോധമില്ലെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അവന് യാതൊരു വിധ തണ്ടേടമില്ലെന്നും എനിക്ക് ഇവിടെ കിട്ടി. പക്ഷേ അയാളുടെ വൈഫ്, സുഖമില്ലാതെ കിടക്കുന്ന അയാളുടെ വൈഫ് ചത്തുപോണേ അങ്ങ് പോട്ട്, എനിക്കൊരു 3 കോടി കിട്ടിയാൽ മതി, അങ്ങനെ പറഞ്ഞ സ്ത്രീയാണ് നിങ്ങൾ. നിങ്ങൾക്ക് എന്ത് മനുഷ്യത്വമാണോ ഉള്ളത്? നിങ്ങൾക്ക് ബാക്കിയുള്ളവരുടെ ഫീലിങ്സ് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിയതിനകത്ത് യാതൊരു തെറ്റുമില്ല, നിങ്ങൾ ഡിസേർവിങ് ആണ്. തികച്ചും ദിയാസനയുടെ കാര്യങ്ങൾ മറപ്പിക്കാൻ വേണ്ടിയിട്ട് ദിയാസന ഇപ്പോൾ കുറേ ഡേറ്റിൻ്റെ കുറേ സംഭവങ്ങൾ, ഞാൻ പറഞ്ഞു ദിയ നീ എൻ്റെ വീട്ടിൽ വന്നിട്ടില്ല, ശരി സമ്മതിച്ചു, തീർന്നില്ലേ, പക്ഷെ നീ ടെസ്റ്റ് ചെയ്യൂ. വീണ്ടും ഞാൻ പറയുന്നു, നീ ടെസ്റ്റ് ചെയ്യാനല്ലേ പറഞ്ഞു. ഇപ്പം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് എനിക്കുണ്ടെങ്കിൽ ഞാൻ എന്നിട്ട് ഈ നിമിഷം വന്ന് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് എന്നല്ല ഒരു വിശ്വാസമുണ്ട്, പക്ഷെ എന്താ ദിയയ്ക്ക് ഒരു വിശ്വാസമില്ലേ? അത് മറയ്ക്കാൻ വേണ്ടി ദിയാസനെ കാണിച്ചു കൂട്ടുന്ന മണ്ടത്തരവും തെണ്ടിത്തരവും തന്നെ പറയാം. കാരണം ഇപ്പം കാണിച്ച ഈ വോയിസ് റെക്കോർഡ് ലീക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ പല ചാനൽസുകാരുടെ കയ്യിലും ആ വീഡിയോ വോയിസ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളെല്ലാം ബഹുമാനിച്ച് തന്നെ പറയുന്നത്, യൂട്യൂബ് ചാനൽസിൽ നിങ്ങൾക്കുള്ള വരുമാനം, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ, പക്ഷെ നിങ്ങൾ ലീഗൽ വശം മനസ്സിലാക്കാതെ നിങ്ങളത് പ്ലേ ചെയ്യരുത്. അങ്ങനെ പ്ലേ ചെയ്തിട്ടുള്ളവരെല്ലാം ദയവ് ചെയ്ത് ഡിലീറ്റ് ചെയ്യണം. അയ്യോ, സ്വന്തമായിട്ട് എല്ലാം അങ്ങെടുത്ത് പുറത്തിട്ടിട്ട് എല്ലാവരും ദയവ് ചെയ്ത് ഡിലീറ്റ് ചെയ്യണം. വരുമാനമൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളെ വെച്ചുകൊണ്ട് മാത്രമൊന്നുമല്ല കേരളത്തിലുള്ള എല്ലാ യൂട്യൂബേഴ്സും അരി മേടിക്കുന്നത്, അതാദ്യം മനസ്സിലാക്ക്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇനി അങ്ങോട്ട് ഫേസ് ചെയ്യാൻ പോകുന്ന സിറ്റുവേഷനെ പറ്റി നിങ്ങൾ ആലോചിക്കുക. നമ്മളെ കാര്യം വിട്, നമുക്കറിയാം സേഫ് സൈഡ് എന്താണെന്ന്. എനിക്ക് ബോധം ഉണ്ടായതുകൊണ്ടാണ് അതിൻ്റെ ഐഡൻറ്റിറ്റി പോലും കാണിക്കാതെ ഞാൻ ആ ഒരു സാധനം എടുത്ത് വെളിയിട്ടത്. അത് മാത്രമല്ല, എൻ്റെ ചാനലിലൂടെ ഒന്നും അല്ല ആ സാധനം പുറത്ത് വന്നിരിക്കുന്നത്, വേറെ ചാനലിനകത്ത് വന്ന സാധനമാണ് എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത്. പിടികിട്ടിയോ? ഇതാര് പക്ഷെ പബ്ലിഷ് ചെയ്യാൻ കൊടുത്തു? ഇത് സോഴ്സ് എവിടുന്നാ? സജിനയാണ് ഇതിൻ്റെ സോഴ്സ്, മനസ്സിലായ? സജിനയാണ് എല്ലാവർക്കും കൊടുത്തത്. ആർക്കൊക്കെ സജിന ഷെയർ ചെയ്തിട്ടുണ്ടോ സജിനയാണ് അതിൻ്റെ ഉത്തരവാദി. അല്ലെങ്കിൽ ഇത് കേസ് വഴി പോകുന്നതാ, ഇത് ആര് വഴി വന്നു, എങ്ങനെയാണെന്നുള്ള എല്ലാം വെളിയിൽ വരും. നിങ്ങളും കൂടെ നിങ്ങളെ ചാനലും കൂടെ പൂട്ടുന്ന രീതിയിലായിരിക്കും. എന്തിനാ ചാനൽ പൂട്ടുന്നത്? ഇതൊക്കെ ഒരു പുതിയൊരു അറിവാണല്ലോ. ചാനൽ പൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ രാജ്യദ്രോഹ കുറ്റം ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പോളിസീസ് വയലേഷൻ ചെയ്യണം, എങ്കിൽ മാത്രമേ യൂട്യൂബ് എടുത്ത് കളയത്തുള്ളൂ. അല്ലാതൊന്നും ഇതെടുത്ത് കളയുന്ന ഒരു കാര്യം നടപടിയുള്ള പരിപാടിയൊന്നും അല്ല. ഇത് അമേരിക്കൻ ലോയാണ് ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. അങ്ങനെ പല ആൾക്കാർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. വേണേൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കാം, പക്ഷെ അത് നമുക്ക് പൊട്ടിക്കാൻ പറ്റും. അല്ലാതെ ചാനൽ പൂട്ടിക്കളയും അങ്ങനെയാണ് ഇങ്ങനെയുള്ള പരിപാടിയൊന്നും നമ്മുടെ തോട്ടൊന്നും വരരുതേ. തിരിച്ച് കളിക്കാൻ അറിയാഞ്ഞിട്ട് തന്നെയാണ് ഈ ഒരു സാധനമൊക്കെ കൊണ്ട് നമ്മളിവിടെ ഇരിക്കുന്നത്. സജിനെ ആരെയായി പൊട്ടന്മാരാക്കാനായിട്ട് ശ്രമിക്കുന്നത്? സജിനയുടെ പേരിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചൈൽഡ് ലൈനിൽ കേസ് കൊടുക്കണം. ആ ഒരു പെൺകുട്ടിയെ ത്രെട്ട് ചെയ്തതിനും ഈ ഒരു വോയിസ് ആ പെൺകുട്ടിയുടെ പെർമിഷൻ ഇല്ലാതെ പബ്ലിഷ് ചെയ്തതിനും കൊണ്ടുവന്ന് കേസ് കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് ആൾ കിടന്ന് ഓടിക്കോളും, ഈ ഒരു പ്രശ്നം അങ്ങ് തീരും. ആ ഒരു പെൺകുട്ടിയെങ്ങാനും വന്ന് തിരിഞ്ഞങ്ങാനും സംസാരിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, സജിനയുടെ പരിപാടികൾ തീർന്നു. എത്രയോ വോയിസ് റെക്കോർഡ് ഞങ്ങളതെല്ലാം വന്നു, അത് ഓക്കെ, അത് അവിടെ കിടന്ന് ഇതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ അല്ല 17 വയസ്സുകാരി ആവാത്ത ഒരു പൂർത്തിയാവാത്ത ഒരു കൊച്ചിൻ്റെ ആ സമയത്ത്, ഇപ്പം കുട്ടിക്ക് 18 വയസ്സുണ്ട്, പക്ഷെ അതൊരു അതിജീവിതയാണ്. ആ കുട്ടിയെ ഇതിനകത്തിട്ട് ഒരു വിക്ടിമിനെ അതിനകത്തിട്ട് ഇതാക്കരുത് നിങ്ങൾ ദയവ് ചെയ്ത്. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. പിന്നെ ഇതാര് നിങ്ങൾ ഇനി ആ
ഒരു പെൺകുട്ടിയുടെ മുന്നോട്ടുള്ള ലൈഫിനെ പറ്റി പോലും ചിന്തിക്കാതെ യാതൊരു ഉളുപ്പമില്ലാതെ അതെടുത്ത് വെച്ച് പുറത്താക്കിയിട്ടാണ് വന്നിരുന്ന് പറയുന്നത് നിങ്ങൾ ആ കുട്ടിയുടെ ഭാവിയെ പറ്റി ചിന്തിക്കണം, അതാണ് ഇതാണെന്നൊക്കെ. എനിക്ക് നിങ്ങളത് പുച്ഛമാണ് തോന്നുന്നത്. പിന്നെ ഫിറോസ് ഖാൻ മാന്യനായിട്ടുള്ളൊരു വ്യക്തി, അയ്യോ ഒന്നും ചെയ്തിട്ടില്ല. അവൻ്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ അവനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ മാന്യൻ എന്നുള്ള രീതിയിലാണ്. അത് കാണുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും ഫിറോസ് ഖാനും ഫേക്കാണെന്ന്. ഞാൻ അതുകൊണ്ട് എൻ്റെ വീഡിയോയ്ക്കകത്ത് ഇവരാരെയും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. ഇവരാരും റെഡിയല്ല. ഇതിനകത്ത് ആരുടെ ഭാഗത്തും ന്യായമില്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻ്റ് എന്നുള്ള രീതിയിൽ ഇതൊക്കെ കാണാവൂ. കുറച്ച് അവരാതെ കഥകൾ കേൾക്കാം, ആ ഒരു മൈൻഡിൽ ഇതൊക്കെ എടുക്കാവൂ. ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടും നിങ്ങളത് ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഫുൾ ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ്. ഞാനിത് സ്റ്റേഷനിൽ കൊണ്ട് നേരത്തെ പരാതി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ റെക്കോർഡ്സ് കാര്യങ്ങൾ, എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ലീക്കാവും, എനിക്ക് പേടിയുണ്ട്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടെന്ന് ഞാൻ നേരത്തെ അന്നേ ഞാൻ കേസ് ഫയൽ ചെയ്ത് വെച്ചുകൊണ്ട് എന്തായാലും എൻ്റെ തലയിൽ വരത്തില്ല. ഞാൻ ലീക്കായിട്ടുണ്ടെങ്കിൽ 2 ചാനൽ വെച്ചിട്ടുണ്ട്, അവർക്കും ഈ ലീഗൽ വശം ആയതുകൊണ്ട് അവരും ലീക്കാക്കത്തില്ല എന്ന്. അത് നിങ്ങളുടെ കൈയും കൊണ്ട് തന്നെ നിങ്ങളത് പോസ്റ്റ് ചെയ്തിട്ട് ആരോ ഹാക്ക് ചെയ്തെടുത്ത് പുറത്തിട്ടു എന്ന് പറഞ്ഞ വ്യക്തിയാണ് നിങ്ങൾ. എന്നിട്ട് പിറ്റേ ദിവസം മുഖ്യമന്ത്രി വി.ഡി. സതീശനെ കാണാനായിട്ട് പോയിട്ട് ഒരുമിച്ച് നിന്നൊരു ഫോട്ടോ എടുത്ത് തന്നിട്ട് ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശനെ വരെ മിസ്ലീഡ് ചെയ്യിപ്പിക്കാനുള്ള പരിപാടിയാണ് ഇവർ ശ്രമിച്ചത്. ഇപ്പം ഇവരുടെ പേരിലാണ് കേസ് കൊടുക്കേണ്ടത്. ഇത്രയും തോന്നിവാസം കാണിച്ച വ്യക്തിയാ വന്നിരുന്ന് ഇമ്മാരി ഡയലോഗ് പറയുന്നത്. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പം ലീക്കാക്കിയ വ്യക്തി ആരാണെന്ന് എനിക്ക് വ്യക്തതയായിട്ടുണ്ട്. കാരണം ഇത്രയും വോയിസ് റെക്കോർഡ് ആരൊക്കെയാണോ ലീക്കാക്കിയ, ദിയാസന തന്നെയാണ് ഇത് ലീക്കാക്കിയിരിക്കുന്നത്. അപ്പം ഞാൻ ദയവ് ചെയ്ത് ഞാൻ പറയുക, വീണ്ടും ദിയയുടെ കാര്യങ്ങൾ മറയ്ക്കാൻ വേണ്ടി ദിയ പല കാര്യങ്ങളും കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ദിയാസന, നീ ഇപ്പോഴും ഞാൻ പറയുന്നു, നീ ചെയ്തിട്ടില്ല എങ്കിൽ. ഇത് ഷഫീന ബീവിയുടെ ചാനലിനകത്തല്ല ഈ സാധനം പുറത്തു വന്നേ. ഷഫീന ബീവിയും ദിയാസനയായിട്ട് കമ്പനി ഉണ്ടോ? ഷഫീന ബീവിയും ദിയാസനയായിട്ട് മൂട്ടാനടിയും വഴക്കം നടന്നുകൊണ്ടിരിക്കുക ഒരു സൈഡിൽ. അപ്പം ദിയാസന ഷഫീന ബീവിക്ക് അങ്ങ് അയച്ചു കൊടുക്കുമോ? എന്തു ഈ ഉദ്ദേശിക്കുന്ന സജിന ആരെയാ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നേ? ഞാനിപ്പം എൻ്റെ ഡേറ്റ് വന്നിട്ട് ആ ഡേറ്റിൽ ഇവിടെ എത്തിയിട്ടില്ല, ഈ ഡേറ്റിൽ ഇവിടെ എത്തിയിട്ടില്ല എന്ന് നീ പറയുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നീ ചെയ്തിട്ടില്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യൂ കുട്ടി. പേടിയുണ്ടോ? എന്തിനാണ് ഈ വെറുതെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അതിന് സമയം കിട്ടുമ്പം പോയി ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, അതിൻ്റെ റിസൾട്ട് എടുത്ത് വെച്ച് കാണിക്കും. ഈ എൻ്റെ ഒരു അറിവ് പ്രകാരം പെട്ടെന്ന് പോയി ഈ ടെസ്റ്റ് നടത്തി നമ്മുടെ മുടിയും പിന്നെ നമ്മുടെ യൂറിനും ഇതൊക്കെ നമ്മൾ ടെസ്റ്റ് നടത്തി നമ്മളിത് യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതിനകത്ത് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് പെട്ടെന്ന് ഒരാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മേ ബി അത് എന്തെങ്കിലും കേസോ കാര്യങ്ങളോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം ഇത് ടെസ്റ്റ് ചെയ്യുന്നത് പോസിബിൾ അല്ല എന്ന്. എന്നിട്ടും അറിഞ്ഞു വെച്ചുകൊണ്ടാണ് വന്നിരുന്നിട്ട് ഈ കൊണയടിക്കുന്നത്. ചെയ്യാത്തൊരു പേടിക്കത്തില്ല, വന്ന് ചെയ്തേനെ. ദിയാസന ഇങ്ങനത്തെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ദിയാസന ഞാൻ പറയുന്നതിന് മുമ്പേ ദിയാസന ടെസ്റ്റ് ചെയ്തേനെ. അതല്ലാതെ ഡേറ്റുകളും മറ്റേത് മറിച്ചതൊന്നും കൊണ്ടുവരാതെ ടെസ്റ്റ് ചെയ്ത് കാണിക്കൂ. അല്ലെങ്കിൽ ലീഗൽ എനിക്ക് വന്ന് ഞാൻ വേണ്ട എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്നിപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ റിസൾട്ടും കാര്യങ്ങളും എങ്ങനെയെങ്കിൽ ഞാൻ ഇവിടെ നിങ്ങളെ മുന്നിൽ കൊണ്ടുവെക്കും. എന്നെക്കുറിച്ച് ഒരു വല്ലാത്തൊരു രീതിയിൽ ഒരു പെൺകുച്ചും പറയുന്നുണ്ട്. അവളെ ഡീറ്റെയിൽസും പയ്യെ നിങ്ങൾക്ക് കിട്ടിക്കോളും. അവൾ എന്താണെന്നുള്ളതും ഞാൻ കുറേ ആൾക്കാർക്ക് അവരുടെ ഡീറ്റെയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവരെന്താണെന്നുള്ളത് ചാനലുകാർക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ റോഷിനി എന്താണെന്ന് ദുബായിലും തിരക്കുക, റോഷിനിയുടെ ഇപ്പോഴത്തെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ കുറേ തെളിവുകൾ കുറേ ഇതാ പരിപാടി. അതായത് നാട് നിങ്ങളെ ഇതിനൊക്കെ വോയിസുകൾ അയച്ചു കൊടുക്കുക. റോഷിനി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ പറ്റിയിട്ടാണ്. അവരും വേറെ എന്തൊക്കെയോ ഇല്ലീഗലായിട്ടുള്ള ബിസിനസ് ഉണ്ട് കാര്യങ്ങളുണ്ടെന്നും പറഞ്ഞിട്ട് ഇവർ പല ആൾക്കാർക്കും കുറേ വോയിസുകൾ ഈ അടുത്ത് 2-3 ദിവസമായിട്ട് ഇവർ നിരന്തരം അയച്ചു കൊടുത്തു എന്നുള്ളൊരു കാര്യം എനിക്ക് എൻ്റെ അറിവിൽ പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വോയിസോ കാര്യങ്ങളോ എന്താണ് അവർക്ക് എതിരെയുള്ള അത്ര ഇല്ലീഗലായിട്ടുള്ള ഒരു അലിഗേഷൻ എന്താണെന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നില്ല. അതിന് ആരെങ്കിലുമൊക്കെ അത് അധികാരപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കട്ടെ. ഇപ്പം ഇവരും ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്താ? പല ആൾക്കാരുടെയും പല സാധനങ്ങളും സോഷ്യൽ മീഡിയ വഴി ഇവർ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ. എന്നിട്ട് ഈ സ്ത്രീ വന്നിരുന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ എന്ത് ലോജിക്കുണ്ട്? നിങ്ങളിത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ പറ. ഇത്രയും ദിവസമായിട്ടും ഈ സ്ത്രീ സംസാരിക്കുന്ന പല കാര്യങ്ങൾക്കും ഒരു തെളിവുമില്ല. എല്ലാം വായും കൊണ്ട് ആരോപണം. അതായത് ഞാൻ പെട്ടു, എന്തായാലും എൻ്റെ ചുറ്റിനുമുള്ളവരും പെടട്ടെ എന്നുള്ളൊരു മൈൻഡിലാണ് ഈ ഒരു സ്ത്രീ നിൽക്കുന്നത്. അവരെന്താണെന്നുള്ളത് ചാനലുകാർക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ റോഷിനി എന്താണെന്ന് ദുബായിലും തിരക്കുക, റോഷിനിയുടെ ഇപ്പോഴത്തെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ കുറേ തെളിവുകൾ കുറേ മീഡിയക്കാർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതും പറയും. അപ്പം ഈ ഇവരെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ കൊണ്ടുവരണം. നിങ്ങൾ ദയവ് ചെയ്ത് എന്നെ ഇങ്ങനെ ക്രൂശിച്ച് നിങ്ങൾ ഒരു ബിസിനസ് ആക്കാതെ നിങ്ങൾ നല്ല ഇങ്ങനെ വൃത്തികേട് ചെയ്യുന്ന ആൾക്കാരെ പുറത്ത് കൊണ്ടുപോവാ. പ്ലീസ് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുക. കാരണം
ഞാൻ നിങ്ങളെ ചാനലുകാരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്, പ്ലീസ് അതൊക്കെ കൊണ്ടുപോവാ നിങ്ങൾ, തെളിവ് സഹിതം ഞാൻ ഇട്ടത്. ചുളുവിൽ ഗോൾ അടിക്കാനുള്ള പരിപാടി നമ്മളെയും കൊണ്ട് ബാക്കിയുള്ളവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അടിപ്പിക്കുക, എന്നിട്ട് സേഫ് ആവുക, അങ്ങനെയുള്ള പരിപാടി. പിന്നെ ഞങ്ങൾക്ക് ഇതല്ലേ പണി. നിങ്ങളെല്ലാവരും സ്പ്രെഡ് ചെയ്യുന്ന സാധനങ്ങളാണ് നമ്മൾ വന്നിടുന്നത്. അല്ലാതെ പുതിയതായിട്ട് ഇവിടെ ഈ ഒരു വിഷയത്തിൽ ആരും ഒന്നും കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ടില്ല. ഓരോ ആൾക്കാരുടെ പേരൊക്കെ ഇതിനകത്തോട്ട് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ഇതിനെപ്പറ്റി ചിന്തിക്കണം. മനസ്സിലായല്ലേ? ഈ പിന്നെ സജിനയ്ക്കൊരു വിചാരം കാണും, സജിനയുടെ കയ്യിൽ മാത്രമേ അവർക്ക് ഗെയിംസ് ഉള്ള തെളിവുകളുണ്ടെന്ന്. അത് സജിനയുടെ തോന്നൽ മാത്രമാണ്. അവരുടെ കയ്യിലും സജിനെ പറ്റി ഇഷ്ടം പോലുള്ള തെളിവുകളുണ്ട്. മേ ബി സജിനെ അറിയാതെ ഇരിക്കുമ്പം പോലും മേ ബി എടുത്ത വീഡിയോസോ കാര്യങ്ങളോ ഒക്കെ അവരുടെ കയ്യിലും കാണും. ഇങ്ങനെയൊക്കെ ഞാൻ കുറേ സാധനങ്ങൾ ഞാൻ കേട്ട്. ഓരോ വ്യക്തികളുടെ ദിയാസന, ആൻമരിയ, പിന്നെ അതേപോലെ തന്നെ ഈ പറഞ്ഞ റോഷ്നി, ഇവരുടെയൊക്കെ തെളിവ് സഹിതം, അതായത് ദിയാസനയുടെ എനിക്കറിയില്ല. ദിയാസനയുടെ അറിയാവുന്ന എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യം ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിന് തർക്കിച്ചുകൊണ്ടേയിരിക്കുകയാണ് ദിയാസന അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ദിയാസന ടെസ്റ്റ് ചെയ്യും. എൻ്റെ വീട്ടിൽ വന്നിട്ടില്ല അങ്ങനെയെന്നല്ല പല പല അലിഗേഷൻ ദിയാസന പറഞ്ഞു. അങ്ങനെയല്ല ദിയാസന ചെയ്യേണ്ടത്. നീ ചെയ്തിട്ടില്ലെങ്കിൽ ധൈര്യത്തോടെ നീ വന്ന് ടെസ്റ്റ് ചെയ്യണം. പിന്നെ അതേപോലെ ആൻമേരിയുടെ കാര്യം, ആൻമേരി പറഞ്ഞു 10 വർഷമായിട്ട് ഞാനൊരു വോയിസ് റെക്കോർഡ് കേട്ടതാ. 10 വർഷമായിട്ട് ഞാൻ ഭയങ്കര അന്തസ്സായിട്ട്, എൻ്റെ പൊന്നു മോളെ, ഞാൻ 1.5 വർഷത്തെ പരിചയമാണ് നിനക്കുള്ളത്. 1.5 വർഷം, 1.25 വർഷം. ആ 1.25 വർഷത്തിനകത്ത് നീ കാണിച്ചു കൂട്ടി 5 അവന്മാരെ പ്രേമിച്ചതും 5 അവന്മാരെ പറ്റിച്ചതിൻ്റെ കഥ തെളിവ് സഹിതം എൻ്റെ കയ്യിലുണ്ട്. ചൊറിയാൻ നിന്നാൽ ഞാൻ ഇതും കൂടെ കൊണ്ടിടും. പെൺകൊച്ച് വളർന്നിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. നീ കൂടുതൽ ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ, ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സീരിയൽ സെറ്റിൽ ഒരു പയ്യൻ, പാവം പിടിച്ചൊരു പയ്യൻ്റെ 40,000, 50,000, 60,000 എല്ലാം മേടിച്ച് അവൻ അയച്ചു കൊടുത്തെന്ന് ഞാൻ നിങ്ങളുടെ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അവൻ അയച്ചു കൊടുത്ത ഫോട്ടോസും ഉമ്മ കൊടുക്കും, കെട്ടിപ്പിടിക്കും, അവരുടെ തമ്മിൽ സംഭാഷണം കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് അത് കഴിഞ്ഞപ്പോൾ വേർത്തും വന്നപ്പോൾ ഉടനെ അവനെ കളഞ്ഞിട്ട് അവൻ്റെ കൂടെ പോകുന്നു, അവനെയും പറ്റിക്കുന്നു, അവനെയും തെളിച്ച് കളഞ്ഞിട്ട് അടുത്തവൻ്റെ കൂടെ പോകുന്നു, അടുത്തവൻ അത് ഓക്കെ അല്ലെന്ന് പറഞ്ഞാൽ പൈസ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അടുത്തവനോട് പോകുന്നു. അങ്ങനെ 5 കഥകൾ തെളിവ്. ലാസ്റ്റ് ഒരു ആക്ടറിനെ നശിപ്പിച്ച്, ആ കുടുംബം പോയി നശിപ്പിച്ചതിൻ്റെ അവരെല്ലാം നിൻ്റെ അടുത്ത് റിവെഞ്ച് മൈൻഡിൽ തന്നെ നിൽക്കുന്നത്. അവരെ നശിപ്പിച്ച ആറാണുങ്ങളിരുന്ന മോളെ. ഞാൻ പോലെ അല്ല അവരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർന്ന മോളെ. ആണുങ്ങളാണ്, അവർക്ക് രീതിയിൽ ഇറങ്ങാന്നേ ഉള്ളൂ. അതുകൊണ്ട് ചൊറിയാതെ അവിടെ ഇരിക്കും. ചൊറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അതായിരിക്കും ഞാൻ അടുത്തത് കൊണ്ടുവരുന്നത്. പിന്നെ അതേപോലെ തന്നെ റോഷ്നി, നീ തീർന്നു മോളെ. നിന്റെ എല്ലാ കാര്യവും, നിങ്ങൾ സ്വർണം മാഫിയ ചെയ്ത ലാസ്റ്റത്തെ സാധനങ്ങളുണ്ടല്ലോ, തെളിവ് സഹിതം ഞാൻ കുറച്ച് ചാനലുകാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, നിന്റെ വോയിസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ. ഇതാ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത്. അതായത് ഈ സ്വർണത്തിൻ്റെ കേസ് തന്നെ, അത് കുറേ പേർക്ക് ഓടി നടന്ന് സജിന വോയിസ് ഇട്ട് കൊടുത്തോണ്ടിരിക്കുക. വേണ്ട തെളിവ് ഉൾപ്പെടെയുണ്ട്, വീഡിയോ ചെയ്യുന്നുള്ള രീതിയിൽ. അതായത് ഇവരാണ് ഇതെല്ലാം പബ്ലിക്കിൽ കൊണ്ടുവന്നിടുന്നത്. മനസ്സിലായ? ഈ സ്ത്രീയാണ് ഇതെല്ലാം ഇവിടെയുള്ള വോയിസും കാര്യങ്ങളൊക്കെ ഉള്ളു. അല്ലാതെ ഒന്നിനും ഒരു വ്യക്തതയൊന്നുമില്ല. ഇതാണ് ഞാൻ ഇവരുടെ ഒരു കേസിൽ ഞാൻ എപ്പോഴും പറയുന്നത്. ഒരു മനുഷ്യരും റെഡിയല്ല, എല്ലാം കുറേ ഫ്രോഡുകൾ. എന്തായാലും ഇത്രയൊക്കെ ഉള്ള സംഭവം. ഒരു 10 മിനിറ്റ് വീഡിയോ ആണ്. ഈ വീഡിയോയ്ക്കകത്ത് ത്രൂ ഔട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നാണോ മാനോ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഇത് എത്ര ദിവസമായി ഈ ഒരു അപരാധം തുടങ്ങിയിട്ട് ഇത് തന്നെ ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുവാണ്. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.